അപ്പോൾ വീണ്ടും എല്ലാവർക്കും നമ്മുടെ ആർഫാമിലിയുടെ സ്വാഗതം. അപ്പോൾ അതെ, നമുക്ക് വിഷു ആയിട്ടുണ്ട്. വിഷു അടുത്ത് വന്നല്ലേ നമ്മുടെ. അപ്പോൾ വിഷു ഒരുക്കങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാം. വീട്ടിൽ നടക്കണം നമ്മുടെ പൂജാമുറിയൊക്കെ ക്ലീൻ ചെയ്യാം കേട്ടോ. പാവ പൂജാമുറി ക്ലീൻ ചെയ്യാണ്. നമ്മുടെ ഭഗവാനൊക്കെ താഴെ വന്നിരിക്കുക കേട്ടോ. അവിടെയൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിറച്ച് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാണ്. ഒക്കെ നമ്മളെല്ലാം തേച്ച് വെച്ചു കേട്ടോ. എല്ലാം തേച്ച് ഭംഗിയാക്കി ഇന്നലെ ഞാൻ വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് കേട്ടോ കണിയൊക്കെ ഒരുക്കാൻ നേരത്തെ ആ ദിവസമാണ് ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലേറ്റായി കണി ഒരുക്കാനായിട്ട്. ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തന്നെ കിടന്നത് കേട്ടോ. ഞാൻ കണിയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങി. അപ്പം ഈ പ്രാവശ്യം അതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാം റെഡിയാക്കി. കണിവെള്ളിരിയൊക്കെ വാങ്ങിച്ചു. ഇനി അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ടോ മക്കളൊക്കെ കറവയ്ക്ക് വന്നു തുടങ്ങി കേട്ടോ. എല്ലാവരും കുടിക്കാൻ കയറി വന്നേക്കാണ്. വേഗം വൈകുന്നേരം ആവും കേട്ടോ നമ്മുടെ കറവ. തിരിച്ചു പോവാ, കറക്കണ്ടേ? വെള്ളം കുടിക്കാം കേട്ടോ. പീലിയൊക്കെ വിടർത്തി ആടണുണ്ടോ? നമ്മുടെ ഭദ്രേനെ കെട്ടിയേക്കണടുത്ത് വന്ന് മയില ആടണുണ്ട് കേട്ടോ. നിർത്തി നിൽക്കണ കണ്ടോ? സൂപ്പറാണ് കേട്ടോ. ഇപ്പം കളയുമെന്നറിയില്ല. പീലി ഇത്ര അടുത്തടുത്ത് ഞാൻ വന്നു കേട്ടോ. എന്താണാവോ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ആള്. അല്ലെങ്കിൽ സാധാരണ അനക്കം കേൾക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ചുരുക്കി കളയും. പീലി ഇപ്പം ഇങ്ങനെ നിന്ന് ആടിക്കൊണ്ടിരിക്കുക. കുറേ നേരമായി അങ്ങനെ നിൽക്കണേ. കാണിച്ചു തരിക, നേരെ തിരിഞ്ഞൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി മയിലാട്ടോ കേട്ടോ. കുറേ നേരമായി തുടങ്ങിയിട്ട്. സൂപ്പറായിട്ട് നിൽക്കണം. ഓടിച്ചിടുമെന്നറിയില്ല കേട്ടോ. എടാ 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 താത്തി താത്തി താത്തി. അടിപൊളി, സൂപ്പറായി. ഞാൻ അടുത്ത് വന്നു.